വയനാട് മുത്തങ്ങയിൽ യാത്രക്കാരെ കാട്ടാന ആക്രമിച്ചു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച യാത്രക്കാരൻ നിലത്ത് വീണു. ആനയുടെ ചവിട്ടേൽക്കാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന് ലഭിച്ചു. ആ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. വയനാട് മുത്തങ്ങയിൽ വനപാതയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. ആന യാത്രക്കാരെ ഓടിക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നു. പിന്നീട് ആന പിന്തിരിഞ്ഞത് കൊണ്ട് മാത്രമാണ് ഈ യാത്രക്കാരൻ നിലത്ത് വീണെങ്കിലും ഒരു തരത്തിൽ അയാൾ രക്ഷപ്പെട്ട് മാറുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. വളരെ അപകടകരമായ ഒരു സാഹചര്യം, ഒരു വലിയ ദുരന്തം തലനാരിഴയ്ക്ക് ഒഴിവായ ഒരു ദൃശ്യമാണത്. അദ്ദേഹം യാത്രക്കാരൻ നിലത്ത് വീഴുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ അത് അപകടം ഒഴിവായി പോകുന്നു. അനൂപ് നമ്മളോടൊപ്പം ചേരുകയാണ്. അനൂപ്, ആ ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതാണ്. കാരണം അയാൾ നിലത്ത് വീഴുന്നു, പക്ഷേ ആന പിന്തിരിഞ്ഞ് എങ്ങനെയോ മാറുന്നു. എന്താണ് സംഭവിച്ച അനൂപ്? ജനുവരി 31 മനു ഈ ഞെട്ടിക്കുന്ന സംഭവം മുത്തങ്ങ ബന്ദിപ്പൂർ പാതയിൽ വെച്ച് നടക്കുന്നത്. ആനയുടെ ദൃശ്യം പകർത്താൻ ശ്രമിച്ച വിനോദസഞ്ചാരികളാണ് ഇവരെന്നാണ് അതിലെ ആ സമയത്ത് യാത്ര ചെയ്ത ആളുകൾ പറയുന്നത്. മുത്തങ്ങയ്ക്ക് സമീപത്ത് വെച്ച് ഈ തലപ്പുഴ കണ്ണോത്തുമല സ്വദേശി, അദ്ദേഹം ഖത്തറിൽ IT എഞ്ചിനീയറാണ്. ഇവിടെ അവധിക്ക് വന്നപ്പോൾ നടത്തിയ യാത്രയിലാണ്, ഊട്ടി യാത്രയിലാണ് ഇടയ്ക്ക് ഈ സംഭവം കാണുന്നത്. ഒരു ലോറി അതുവഴി വന്നതുകൊണ്ട് മാത്രമാണ് ആനയുടെ ശ്രദ്ധ തിരിഞ്ഞതും ഇരുവരും വലിയ അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതെന്നുമാണ് സവാദ് അല്പസമയം മുമ്പ് ഇതേപ്പറ്റി വിശദീകരിക്കുമ്പോൾ നമ്മോട് പറഞ്ഞത്. ഈ വാഹനത്തിന്റെ നമ്പർ ശ്രദ്ധിച്ചു സവാദ്, അത് ആന്ധ്രാപ്രദേശ് സ്വദേശികളാണെന്ന് സംശയിക്കുന്നതായും സവാദ് നമ്മോട് പറയുകയുണ്ടായി. ഏതായാലും ഇത്തരത്തിൽ അപകട സാധ്യതയുള്ളതിനാൽ ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ കണ്ട് ഈ മറ്റു വാഹനങ്ങൾ അല്പം ദൂരെയാണ് നിർത്തിയിട്ടിരുന്നത്. തങ്ങളുടെ വാഹനങ്ങൾക്ക് നേരെയും ആന തിരിയുകയും ആക്രമിക്കാൻ ഒരുങ്ങുകയും ചെയ്തു. എന്നാൽ അവിടെ നിന്ന് പെട്ടെന്ന് വാഹനം തിരിച്ച് രക്ഷപ്പെടുകയാണ് പലരും ചെയ്തതെന്നും സവാദ് അല്പസമയം മുൻപ് ഇത് സംബന്ധിച്ച് വിശദീകരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. ഏതായാലും വലിയൊരു അപകട സാധ്യതയാണ് ഒഴിവായത്. ഈ രണ്ടുപേരും വാഹനത്തിൽ നിന്നിറങ്ങി വനത്തിൽ ഇറങ്ങുന്നതോ ദൃശ്യങ്ങൾ പകർത്തുന്നതോ മറ്റും കടുത്ത നിയന്ത്രണങ്ങൾ ബന്ദിപ്പൂർ വനമേഖലയിൽ ഇത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രവർത്തനങ്ങളും അനുവദനീയമല്ല. ഇത് കടുത്ത നിയന്ത്രണ വിധേയമാണ്. അവിടെ ഇത്തരത്തിൽ ക്യാമറകൾ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി എല്ലാം നിരോധിച്ചതുമാണ്. കർണാടക വനവകുപ്പ് ഇക്കാര്യത്തിൽ വലിയ നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയത്. എന്നാൽ അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഈ യാത്രക്കാർ ഇറങ്ങിയത്. നേരത്തെ നമുക്കറിയാം മുത്തങ്ങയിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വനവകുപ്പ് 15,000 20,000 പിഴ ഈടാക്കി യാത്രക്കാരിൽ നിന്ന് പിഴ ഈടാക്കി വിട്ടയക്കുന്ന സംഭവങ്ങൾ നിരവധി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മേഖല കൂടിയാണ് ഈ ബന്ദിപ്പൂർ മുത്തങ്ങ വനപാത എന്ന് പറയുന്നത്. ദേശീയപാത 266 കടന്നു പോകുന്ന മേഖലയാണ്. ഏതായാലും ഇവിടെയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത്. ഇത്തരത്തിൽ സംഭവങ്ങൾ പതിവുള്ളതാണ്. ആന ഈ പാതയോരത്ത് ഇടയ്ക്കിടെ ആനയെ കാണാവുന്ന സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി യാത്രക്കാർ ഇപ്പോൾ നമുക്കറിയാം ഈ മസ്നഗുഡി വഴിയൊക്കെ ഊട്ടിയിലേക്ക് പോകുന്ന ഈ ഇത്തരത്തിലുള്ള റീലുകളും മറ്റും വ്യാപകമായി പ്രചരിച്ചതിനെ തുടർന്ന് ആ മേഖലയിലുള്ള യാത്രികർ വളരെയധികം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് വന്യജീവികളുടെ വിഹാരത്തിന്റെ പൊതുവിൽ തന്നെ അത് വലിയൊരു സൃഷ്ടിക്കുന്ന വിധത്തിലേക്ക് സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഏതായാലും അതൊരു വശം. ഏതായാലും ഇപ്പോൾ ഈ സംഭവം നടന്നതിന്റെ പശ്ചാത്തലം ഇവർ ഈ കാറിൽ നിന്ന് ഇറങ്ങി ആനയുടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചു. എന്നാൽ ആന പെട്ടെന്ന് പ്രകോപനമായി ഇവർക്ക് അടുത്തേക്ക് നീങ്ങുകയും ഒരിട ആനയുടെ ശ്രദ്ധയൊന്ന് തെറ്റിയതുകൊണ്ട് മാത്രം ഇവർ രക്ഷപ്പെടുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ചെയ്തത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം കർണാടക വനംവകുപ്പും അതോടൊപ്പം കേരള വനംവകുപ്പും ആരംഭിച്ചിട്ടുണ്ട്. കാരണം കേരള വനമേഖലയിലുള്ള വാഹനം കടന്നുപോയത് മുത്തങ്ങ കടക്കുമ്പോൾ അത് ക്യാമറകളും മറ്റുമുണ്ട്. ഏതായാലും ഈ നമ്പറുകളുടെയും മറ്റും അടിസ്ഥാനത്തിൽ ഈ വാഹനത്തെ സംബന്ധിച്ചുള്ള പരിശോധനകൾ ഏതായാലും വനവകുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് DFO ഉൾപ്പെടെയുള്ള വനവകുപ്പ് അധികൃതർ നൽകുന്ന വിവരം. ഏതായാലും ഈ അപകടകരമായ ഒരു വിധത്തിൽ ഈ വനത്തിനകത്ത് പെരുമാറിയവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് ഇരു വനംവകുപ്പ് അധികൃതർ നിന്ന് അറിയിക്കുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ അത്ഭുതകരമായി യാത്രികർ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് വന്നത്. ഏതായാലും അത് അപകടം വിളിച്ചു വരുത്തിയ ഒരു നടപടിയായി പോയി. കാരണം ഈ വനത്തിലിറങ്ങിയെന്ന് ആനയുടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചതാണ് ഇപ്പോൾ ഈ വലിയൊരു അപകടത്തിന് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആക്രമണത്തിന് കാരണമായത്. അവിടെ നിന്നിരുന്ന ആനയെ പ്രകോപിപ്പിച്ചു, ആനയെ ദൃശ്യങ്ങൾ എടുക്കാൻ ശ്രമിച്ചത് ആനയെ പ്രകോപിപ്പിച്ചു. ആന ആക്രമിക്കാൻ വരുന്നു, അയാൾ ഓടുന്നു, അവർ രണ്ടുപേരും ഓടുന്നു. ഒരു ലോറി വന്നതുകൊണ്ട് മാത്രമാണ് അയാളുടെ ജീവൻ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് വനത്തിനുള്ളിലൂടെ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. അവിടെ പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോകാനുള്ളതാണ്. ഇതുപോലെ അപകടങ്ങൾ വിളിച്ചു വരുത്തരുത്, വലിയ ദുരന്തങ്ങൾക്കിടയാക്കും. ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ അത്ഭുതം കൊണ്ട് മാത്രമാണ് ആ മനുഷ്യൻ രക്ഷപ്പെട്ടത്. ശക്തമായ നിയമ നടപടി എന്തായാലും ഈ വിഷയത്തിൽ ഉറപ്പാണെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന. അനൂപാണ് ആ വിവരങ്ങൾ നമുക്ക് നൽകിയത്. മുത്തങ്ങ വനത്തിലാണ് ഈ സംഭവം ഉണ്ടായത്.